അയ്യോ എന്തോ എഴുതിയിരിക്കണം വായിക്കും. കന്നഡ അറിയില്ല. കന്നഡ അറിയില്ലേ? സംസാരിക്കാൻ മാത്രമേ അറിയില്ല. സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല. അപ്പം നമ്മള് ഏത് സ്ഥലം? യെസ്, കാവേരി നിസർഗ ഡാം. ഡാമാ പറഞ്ഞ ഡാമല്ലേ? അത് ഇംഗ്ലീഷ് കന്നഡത്തിൽ എഴുതി വെച്ചാൽ നമുക്ക് വായിക്കാറില്ലല്ലോ കന്നഡം. ഇംഗ്ലീഷ് കണ്ടില്ല. ആ കന്നഡ നമുക്ക് അറിയില്ല. നമ്മൾ കോട്ട ഇട്ട് കഴിഞ്ഞാൽ കുളം തന്നെ എന്തൊക്കെ. മരം പുഴകി ഇളകി വീണിട്ടുണ്ട്. സാധനം പിടിച്ചുകൊണ്ട് നടക്കാൻ ഇത് എങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യും? നിങ്ങൾ തന്നെ പറയും, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും? എന്ത് കാവേരി നിസർഗ ഡാമ? ആ അതാണ്, എങ്ങനെയാണ് എന്നിട്ട് പറഞ്ഞു തന്നത്. വെൽക്കം സേവ് വാട്ടർ. യെസ്, എല്ലാവരോടും എനിക്കും അതെന്നെ പറയാനുള്ളൂ. ഇതിനെ വരയ്ക്കാൻ പറഞ്ഞിട്ട് അത് ചെകുത്താനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി അറ്റത്ത് വീണിട്ടുണ്ടാവും, അതിനേക്കാൾ മുമ്പിൽ പോയിട്ടുണ്ടാവും. ട്രഡീഷണൽ ഡാൻസ്. സംഭവം ഇതിനകത്ത് വെറും മുളക്കൂട്ട് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു വരാൻ വരെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു ഇതൊക്കെ കെട്ടി വെച്ചിട്ട് അതിനുള്ളിൽ കൂടെ നടക്കാൻ വിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അതിനൊരു ടിക്കറ്റ് ഫീ. നല്ല തണുപ്പുണ്ട് മൊത്തത്തിൽ, നല്ലൊരു വൈബ് പ്ലേസ്, മൊത്തത്തിലൊരു കാംനെസ്, ഒരു സൈലൻസ്. പിക്സ് എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും എടുത്തത് മൊത്തം ബാക്കിൽ മുളക്കൂട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ത് ഫോട്ടോ എടുക്കാനും നമുക്കിപ്പോൾ. ഇത് ചുമ്മാ ലവ് ബേർഡ്സ് നടക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നടക്കാനും. സംഭവം ശരിക്കും പറഞ്ഞാൽ റിസർവ് ഡാമ അല്ല, ഫുൾ മുളക്കൂട്ടിനകത്ത് ഒരു എൻട്രി ഫീ ഒക്കെ വെച്ച് ഉള്ളിൽ നടക്കാൻ വിട്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സും കാണും നിങ്ങൾക്ക് അവിടെ. അതൊരു ക്വാർട്ടേഴ്സ് അതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാനും ഒരു ക്വാർട്ടേഴ്സ്. മൊത്തത്തിൽ അതന്നെ സംഭവം. ഏകദേശം അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് മൊത്തത്തിൽ എനിക്ക് കാണാൻ പറ്റി കുറേ മുളക്കൂട്ടും ഇങ്ങനെ വലിയ യമകണ്ട മരവും. അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് ഫോട്ടോസ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബാക്കിൽ ഈ ഒരു കാണിച്ചാൽ ഈ ഒരു മുളക്കൂട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കെട്ടി ഇവർ നിസർഗ ഡാമെന്ന് ആക്കിയതാണ്. അങ്ങനെയാ പോയിട്ട് അങ്ങനെയാ വരാം. ഗുണാക്കേവ് പോലെ ഉണ്ട്, പക്ഷെ മൊത്തം മുളക്കൂട്ടും. മുളക്കേവ് മുളക്കേവ് മുളക്കൂട്ട്. അവിടെ ഡാൻസ് ഉണ്ടാവും. മേലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അതാ പോണോ, അതാ എത്ര പോണോ അമ്മയൊക്കെ അതാണ്. ಅಷ್ಟೊಂದು ಕಳಿಸ್ಕೊಡಿ ಸರ್ ಫೋಟೋ. ನಾನು ಫಸ್ಟ್ ಇಲ್ಲ ಫೋಟೋ ಫಸ್ಟ್ ಲಾಗಿನ್ ಮಾಡ್ಬಿಡ್ತೀನಿ, ಆಮೇಲೆ ಬಂದು ನೋಡೋಣ. ಕಳಿಸಿ ಸರ್, ಈಗ
സൺഫ്ലവർ ഹലോ ഹായ് ഹലോ മിത്തു 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 ഹായ് മിത്തു ഹായ് മിത്തു ഫാമിലുള്ളത് വിനോ വിളിക്കും. മിത്തു 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 എനിക്ക് പൈസ ഇല്ല ഹായ് ഞാൻ നോർത്തേ ചിലതിന് പൈസ ഇല്ലേ? ഹലോ നന്ദി പറയാ ബാ একসাথে কাজ ഗൈസ്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് കറക്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാപ്പ് കാണാം. അപ്പോൾ ഈ മാപ്പിൽ നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം കാവേരി നിസർഗധാമ. അപ്പോൾ ഞാൻ അപ്ലൈ പറഞ്ഞ തെറ്റാണ് ഗൈസ്, ഇതാണ് കറക്റ്റ്. കാവേരി നിസർഗധാമ റൂഫ് മാപ്പ്. കോട്ടേജ് ബാംബു പാർക്ക് ഉണ്ടാകും. കറക്റ്റ് ബാംബു പാർക്കാണ് നമ്മൾ അപ്ലൈ പറഞ്ഞ സംഭവം. ഡിയർ പാർക്ക് എല്ലാം ഇതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ട് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വഴി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ബോട്ടിങ്ങിലേക്കുള്ള എൻട്രൻസ്. അവിടേക്ക് പോകും കേട്ടോ. ആ ഇവിടെ ഇതുവരെ വരാൻ പറ്റില്ല. കൂപ്പണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്.
മീൻ 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 അവിടെ പോയപ്പോൾ കണ്ടു.